ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മുടെ പ്രിയപ്പെട്ട ഈശോയുടെ 15 രഹസ്യ സഹനങ്ങൾ നമുക്ക് ധ്യാനിക്കാം. നമ്മുടെ സഹനങ്ങളും നമ്മുടെ വേദനകളുമെല്ലാം ഈശോയുടെ സഹനങ്ങളോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് ധ്യാനിക്കാം. റോമായിലെ ഒരു ക്ലാര സഭയിൽ ദൈവത്തെ സ്നേഹിച്ച് വിശുദ്ധിയായി ജീവിച്ച് മരിച്ച സിസ്റ്റർ മഗ്ദലന ഈശോയുടെ രഹസ്യ സഹനങ്ങൾ അറിയുന്നതിനായി അതിയായി ആഗ്രഹിച്ച് തീക്ഷ്ണമായി പ്രാർത്ഥിച്ചിരുന്നു. ഒരിക്കൽ ഈശോ സിസ്റ്ററിന് പ്രത്യക്ഷപ്പെട്ട് തൻ്റെ മരണത്തിൻ്റെ തലേ രാത്രി അനുഭവിച്ച 15 വേദനകളെ വെളിപ്പെടുത്തി. ഈശോ സിസ്റ്ററിനോട് പറഞ്ഞു, അന്ന് ഭൂമിയിൽ ജീവിച്ചിരുന്ന മനുഷ്യരിൽ ഏറ്റവും ഹീനനായി യഹൂദന്മാർ എന്നെ കരുതി. പ്രിയപ്പെട്ടവരെ, 1730 മുതൽ 1740 വരെ മാർപ്പാപ്പയായിരുന്ന ക്ലെമൻ്റ് 12 ഇതിലെ പ്രാർത്ഥനയെ അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. നമുക്ക് പ്രാർത്ഥനയോടെ ധ്യാനിക്കാം. 1 രഹസ്യ സഹനം. ഒരു കയറുകൊണ്ട് എൻ്റെ പാദങ്ങളെ ബന്ധിച്ച് കോവണിയിലൂടെ വലിച്ച് വൃത്തിഹീനമായ നിലവറയിലേക്ക് അവരെന്നെ ഇറക്കി. യേശുവേ ആരാധന, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. 2 രഹസ്യ സഹനം. എന്നെ നഗ്നനാക്കി ഇരുമ്പ് കുന്തം കൊണ്ട് അവരെൻ്റെ ശരീരം കുത്തി മുറിവേൽപ്പിച്ചു. ഈശോയെ, എൻ്റെ സഹനങ്ങൾ ചേർത്ത് വയ്ക്കുന്നു. 3 രഹസ്യ സഹനം. എൻ്റെ ശരീരം അവർ കയറുകൊണ്ട് കെട്ടി തറയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിഴച്ചു. നമ്മുടെ കുടുംബത്തെ പൂർണ്ണമായും ഈശോയുടെ സഹന ജീവിതത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. 4 രഹസ്യ സഹനം. തനിയെ ഊർന്ന് നിലത്ത് വീഴത്തക്ക വിധത്തിൽ ഒരു തടിക്കഷ്ണത്തോട് അവരെന്നെ ബന്ധിച്ച് തൂക്കിയിട്ടു. അങ്ങനെ വീണപ്പോൾ ഉണ്ടായ വേദനയാൽ ഞാൻ കരഞ്ഞത് രക്തത്തുള്ളികളായിരുന്നു. നമ്മുടെ എല്ലാ രോഗങ്ങളും ഈശോയുടെ സഹനങ്ങളോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. 5 രഹസ്യ സഹനം. ഒരു തുണിയിൽ കെട്ടിയിട്ട് പലവിധ ആയുധങ്ങൾ കൊണ്ട് അവരെന്നെ കുത്തി മുറിവേൽപ്പിച്ചു. കല്ലുകൾ കൊണ്ട് എന്നെ എറിഞ്ഞു. തീക്കനുകൾ കൊണ്ടും പന്തം കൊണ്ടും എന്നെ പൊള്ളലേൽപ്പിച്ചു. നമ്മുടെ കുഞ്ഞുങ്ങളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. 6 രഹസ്യ സഹനം. കുന്തം കൊണ്ടും തോലിയുരിയുന്ന ഉളി കൊണ്ടും അവരെന്നെ കുത്തി തൊലിയും മാംസവും രക്തധമനികളും ചിന്തിക്കീറി. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തിൻ്റെ എല്ലാ വേദനകളും സഹനങ്ങളും ഈശോയുടെ സഹനത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. 7 രഹസ്യ സഹനം. ഒരു തൂണിൽ കെട്ടിയിട്ട് ജ്വലിക്കുന്ന ലോഹത്തകിടിന്മേൽ അവരെന്നെ നഗ്നപാതനായി നിർത്തി. നമ്മളെ അലട്ടുന്ന എല്ലാ മാനസിക അസ്വസ്ഥതകളും ഈശോയുടെ സഹനങ്ങളോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. 8 രഹസ്യ സഹനം. ഇരുമ്പ് കൊണ്ടുള്ള ഒരു മുടി അവരെൻ്റെ ശിരസ്സിൽ അണിയിച്ചു. ഏറ്റവും വൃത്തിഹീനമായ തുണികൾ കൊണ്ട് എൻ്റെ കണ്ണുകൾ കെട്ടി. എല്ലാ അസ്വസ്ഥതകളും മാറട്ടെ. സങ്കടങ്ങൾ ഈശോയുടെ സഹനത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. 9 രഹസ്യ സഹനം. ശരീരത്തിൽ ആഴപ്പെട്ട മുറിവുകൾ ഉണ്ടാകത്തക്ക വിധം കൂർത്ത ആണികളുള്ള പീഠത്തിൽ അവരെന്നെ ഇരുത്തി. ഒരു ജോലിയില്ലാതെ വേദനിക്കുന്ന മക്കൾ, അവരുടെ വേദനകൾ ഈശോയുടെ സഹനങ്ങളോട് ചേർത്ത് വെച്ചുകൊണ്ട് അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാം. 10 രഹസ്യ സഹനം. പീഠത്തിലെ ആണി മൂലമുണ്ടായ മുറിവിലേക്ക് ഈയവും കീലും അവർ ഉരുക്കി ഒഴിച്ചു. അതിനുശേഷം പീഠത്തിൽ നിന്ന് എന്നെ തട്ടി താഴെയിട്ടു. നമ്മുടെ ജീവിതത്തിൽ കടന്നുപോയ രഹസ്യ സഹനങ്ങൾ സമർപ്പിക്കാം. ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം. 11 രഹസ്യ സഹനം. താടിമീശ
പറിച്ചതിലൂടെ ഉണ്ടായ ദ്വാരങ്ങളിൽ സൂചിയും ആണിയും കയറ്റി അവരെന്നെ വേദനിപ്പിക്കുകയും അവഹേളിക്കുകയും ചെയ്തു. ഈശോയെ ആരാധന, യേശുവേ നന്ദി. 12-ാം രഹസ്യസഹനം, കുരിശിലേക്ക് തള്ളിയിട്ട് ഒരു കയറുകൊണ്ട് അവരെന്നെ കുരിശുമായി വരിഞ്ഞു കെട്ടിയത് മൂലം ശ്വാസം എടുക്കുന്നതിന് എനിക്ക് സാധിക്കുമായിരുന്നില്ല. നമ്മുടെ എല്ലാ രോഗാവസ്ഥകളെയും ചേർത്ത് വെക്കാം ഒരിക്കൽ കൂടി. യേശുവേ സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് വിശ്വാസപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം ഈ നിമിഷങ്ങളിൽ. 13-ാം രഹസ്യസഹനം, നിലത്ത് കിടന്ന എൻ്റെ നെഞ്ചിൽ കയറി നിന്ന് അവരെൻ്റെ തല തറയിൽ അമർത്തിപ്പിടിച്ച് വേദനിപ്പിച്ചു. ശിരസിലെ മുൾമുടിയിൽ നിന്ന് ഒരു മുള്ളെടുത്ത് എൻ്റെ നാവിൽ അവർ കുത്തിയിറക്കി. നമ്മുടെ എല്ലാ സഹനങ്ങളെയും ഒരിക്കൽ കൂടി യേശുവിൻ്റെ സഹനത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. 14-ാം രഹസ്യസഹനം, ഏറ്റവും വൃത്തിഹീനമായ അഴുക്ക് അവർ എൻ്റെ വായിലേക്ക് ഒഴിച്ചു തന്നു. ഈശോയെ ആരാധന, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. 15-ാം രഹസ്യസഹനം, ഏറ്റവും അപമാനകരമായ വാക്കുകളും ശൈലികളും അവരെൻ്റെ മേൽ പ്രയോഗിച്ചു. എൻ്റെ കൈകൾ പുറകോട്ട് കെട്ടി വളരെയധികം പ്രഹരങ്ങൾ ഏൽപ്പിച്ചു. ജയിലിൽ നിന്ന് എന്നെ പല ആവർത്തി പുറത്തു കൊണ്ടുവരികയും പ്രഹരിക്കുകയും ചെയ്തു. യേശുവേ, എൻ്റെ സഹന ജീവിതങ്ങൾ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ യേശുവിൻ്റെ സഹനങ്ങളോട് ചേർന്ന് ജീവിക്കാൻ. തുടർന്ന് ഈശോ പറഞ്ഞു, അറിയപ്പെടാത്ത ഈ സഹനങ്ങളിൽ ഒന്ന് ദിവസവും സ്നേഹത്തോടെ സമർപ്പിച്ച് തുടർന്നുള്ള പ്രാർത്ഥന ഭക്തിപൂർവ്വം ജപിക്കുകയും ചെയ്യുന്നവർക്ക് വിധ ദിവസത്തിൽ പ്രതിഫലമായി നിത്യഭാഗ്യം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യും. നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. 15 രഹസ്യ പീഠാനുഭവങ്ങളുടെ പ്രാർത്ഥന. എൻ്റെ കർത്താവായ ദൈവമേ, അങ്ങയുടെ 15 രഹസ്യ സഹനങ്ങളെയും ചിന്തപ്പെട്ട തിരുരക്തത്തെയും ഓർത്ത് അങ്ങയെ ആരാധിക്കുകയും പുകഴ്ത്തുകയും വണങ്ങുകയും ചെയ്യുക എന്നത് എൻ്റെ മാറ്റമില്ലാത്ത ആഗ്രഹമാണ്. കടൽ തീരത്തെ മണൽത്തരികളോളം, വയലിലെ ഗോതമ്പണികളോളം, ഭൂമിയിലെ പുല്ലുകളോളം, വൃക്ഷങ്ങളിലെ പഴങ്ങളോളം, എല്ലാ ശിഖരങ്ങളിലെയും ഇലകളോളം, ഉദ്യാനങ്ങളിലെ പൂക്കളോളം, ആകാശത്തിലെ നക്ഷത്രങ്ങളോളം, സ്വർഗത്തിലെ മാലാഖമാരോളം, ഭൂമിയിലെ സൃഷ്ടവസ്തുക്കളോളം 1000 യേശുവേ അങ്ങ് ആരാധിക്കപ്പെടട്ടെ, പുകഴ്ത്തപ്പെടട്ടെ, സ്തുതിക്കപ്പെടട്ടെ. നമ്മുടെ കർത്താവായ യേശുവും അവിടുത്തെ തിരുഹൃദയവും തിരുരക്തവും ദൈവിക അർപ്പണമായി ദിവ്യബലിയും എത്രയും വണക്കമേറിയ അൾത്താരയിലെ കൂദാശയായ വിശുദ്ധ കുർബാനയും ഏറ്റവും പരിശുദ്ധിയായ മറിയത്തിലൂടെയും മഹത്വമേറിയ സ്വർഗത്തിലെ മാലാഖ വൃന്ദത്തിലൂടെയും വിശുദ്ധരുടെ ഗണത്തിലൂടെയും ഇന്നും എന്നേക്കും ആരാധിക്കപ്പെടട്ടെ, മഹത്വപ്പെടട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഏറ്റവും പ്രിയമുള്ള ഈശോയെ, നീ അനുഭവിച്ച അപമാനത്തിന് തക്ക പ്രതിനിധിയും പ്രതിസ്നേഹവും നൽകുവാനും ആത്മാവിലും ശരീരത്തിലും നിന്നോടൊന്നായി ചേരുവാനും അതിനായി പ്രയത്നിക്കുവാനും ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു. എൻ്റെ പാപങ്ങളെക്കുറിച്ച് അതിയായി മനസ്തപിക്കുകയും എൻ്റെ ദൈവമായ കർത്താവെ അങ്ങയോട് പൊറുതി അപേക്ഷിക്കുകയും എൻ്റെ പാപങ്ങൾക്കും കടങ്ങൾക്കും ശിക്ഷയ്ക്കുമായി അങ്ങയുടെ വിലതീരാത്ത പുണ്യങ്ങളെ പിതാവായ ദൈവത്തിന് ബലിയായി അർപ്പിക്കുകയും എൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ഗാഢമായി നിശ്ചയിക്കുകയും ചെയ്യുന്നു. ഞാൻ ഒരു ഭാഗ്യപ്പെട്ട മരണനാഴിക എനിക്ക് തരണമേ എന്നും ശുദ്ധീകരണ ആത്മാക്കളെ രക്ഷിക്കണമേ എന്നും ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. ഈ പ്രാർത്ഥന എല്ലാ ദിവസവും ഭക്തിപൂർവ്വം തുടരുവാനും മരണം വരെ ഇതിൽ ഉറപ്പായി നിൽക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. നല്ലവനും സ്നേഹാർദ്ദനുമായ ഈശോയെ, ഈ പ്രാർത്ഥനയെ ശക്തിയുള്ളതാക്കി തീർക്കണമേ എന്നും യാതൊരു മനുഷ്യനും ശത്രുവിൻ്റെ ശക്തിക്കും ഇതിനെ നശിപ്പിക്കാൻ ഇടവരുത്തരുത് എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.